നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിൽ എടുത്തത്. അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പൂർണ്ണമായും അടച്ചു. നിലവിൽ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരുടെയും വിസ റദ്ദാക്കി. എല്ലാ പാക് പൗരന്മാരും 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം. ഇനി പാക് പൗരന്മാർക്ക് വിസ നൽകില്ല എന്നും തീരുമാനിച്ചു. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഇത്ര കടുത്ത തീരുമാനമെടുക്കുന്നത് ഇതാദ്യമായാണ്. 2.5 മണിക്കൂറോളം നീണ്ട സുരക്ഷാ സമിതി യോഗത്തിനൊടുവിലാണ് തീരുമാനം പുറത്തുവന്നത്. നയതന്ത്ര കാര്യാലയത്തിൽ ഏതാനും ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നതൊഴിച്ചാൽ പാകിസ്ഥാനുമായി ഇനി ഒരു ബന്ധത്തിനില്ല എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. പഹൽഗാം ആക്രമണത്തിന് ശേഷമുണ്ടായ മൂന്നാമത്തെ ആക്രമണത്തിൽ ഹവിൽദാർ ജണ്ടുവലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. കരസേന ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് ഭീകരരെ നേരിടുകയാണ്. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവികാഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾക്കടലിലേക്ക് നീങ്ങിയതായും റിപ്പോർട്ട്. ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കും മോശം അനുഭവം നേരിടേണ്ടി വന്നതായി പുതുമുഖ നടിയുടെ വെളിപ്പെടുത്തൽ. നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഷൈനിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി നടി രംഗത്തെത്തിയിരിക്കുന്നത്. സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടെയുള്ള ഷൈനിന്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രയാസമുണ്ടാക്കിയെന്നാണ് നടി അപർണ ജോൺസ് തുറന്നു പറഞ്ഞത്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ മിനിമം മാർക്ക് സമ്പ്രദായം 2025-26 മുതൽ 5, 6, 7 ക്ലാസുകളിലും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2026-2027 മുതൽ SSLCക്ക് എല്ലാ വിഷയങ്ങളിലും എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നേടിയാൽ മാത്രമേ ഉപരിപഠന യോഗ്യത ലഭിക്കുകയുള്ളൂ. ഭരണമാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണ നേട്ടത്തിന് തുടർച്ച ഉണ്ടാകാതിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF സർക്കാരിന് ശേഷം ഇടതുപക്ഷം ഭരണത്തിലെത്തുമ്പോൾ ആദ്യ 2 വർഷത്തെ ദൗത്യം നാടിനെ വീണ്ടെടുക്കലായിരുന്നു. അത് വേണ്ടിവരാതിരുന്നത് 2021 മുതലാണ്. അതിന്റെ നേട്ടം ഈ നാട് അനുഭവിച്ചുവെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ CPM ആസ്ഥാനമായ പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഉറാങ്ങിന് പിന്നിൽ വൻ സംഘങ്ങളുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. അന്വേഷണത്തിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന്റെ പരിസരത്തെ തോട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതിയുടെ കയ്യിൽ 10ഓളം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് 2 ഫോണുകൾ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടായിരുന്നതുകൊണ്ടാവാം മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. അടുത്ത മാസം സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ 2 ഗഡു ലഭിക്കും. മെയ് മാസത്തെ പെൻഷനൊപ്പം സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയുടെ 1 ഗഡു കൂടി അനുവദിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസം പകുതിയോടെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. പച്ചമുട്ട ചേർത്ത് മയണൈസ് ഉണ്ടാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തി തമിഴ്നാട്. ഏപ്രിൽ 8 മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം 1 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനി നടന്റെ സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്താൻ കേന്ദ്ര നീക്കം. പാക് നടൻ ഫവാദ് ഖാൻ നായകനായ അബീർ കുലാൽ എന്ന സിനിമയ്ക്കാണ് വിലക്ക്. മെയ് 9-നാണ് സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം ഫവാദ് ഖാൻ ബോളിവുഡിലേക്ക് മടങ്ങി വരുന്ന ചിത്രം കൂടിയായിരുന്നു അബീർ കുലാൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുന്നതുവരെ രാജ്യം വിശ്രമിക്കില്ലെന്നും പ്രധാനമന്ത്രി. ബീഹാറിലെ മധുബനിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. പ്രസംഗത്തിന് മുമ്പ് കശ്മീരിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമായി 1 മിനിറ്റ് മൗനം ആചരിച്ചു.